ചായ നിങ്ങളെ ദിവസം എത്ര ചായ കുടിക്കും? 2, 10 എത്രയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത് ആരാണെന്നറിയോ? ഇന്ത്യക്കാരാണ്. ദിവസം 120 കോടി കപ്പ് ചായയാണ്. ഡാർജിലിങ്, അസം, നീലഗിരി ഇങ്ങനെയൊക്കെ നമ്മുടെ ചായ ലോകം ഫേമസാണ്. നിങ്ങളേത് ചായ കുടിക്കാം? പിന്നെ ചായ കണ്ടുപിടിച്ചത് ആരാണെന്നറിയോ? 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് ചക്രവർത്തിയുടെ വെള്ളത്തിൽ ചായയിൽ വീണു. അതോടുകൂടി അബദ്ധത്തിൽ ചായ കണ്ടുപിടിച്ചു. അതാണ് ചായയുടെ പിന്നിലേക്കുള്ള കഥ കേട്ടോ. പിന്നെ ടീ ബാഗ് ഉപയോഗിക്കുമല്ലോ, അതിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്നറിയാമോ? അതിൽ 11 ബില്യൺ മൈക്രോ പ്ലാസ്റ്റിക്കാണ് ടീ ബാഗിലൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കട്ടൻ ചായ ട്രൈ ചെയ്യുക, അത് ആരോഗ്യത്തിന് നല്ലത്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ, ട്രൈ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഈ ചായക്ക് അഡിക്റ്റാണ് നമ്മൾ. ബ്രാൻഡ് കുടിക്കുന്ന പോലെ ചിലവർക്ക് കാലത്ത് ചായ ഇട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. ചായ കുടിച്ചാലാണ് ചിലർക്ക് അന്നത്തെ ദിവസം ഉന്മേഷം എനർജിയും പിന്നെ അന്നത്തെ ഒരു ദിവസമായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ അന്ന് ആ ദിവസം പോക്കുക. അത് ചായക്ക് അഡിക്റ്റാണ് അവർ. ഒരു ദിവസം 3 ചായയിലൊക്കെ കൂടുതൽ കുടിക്കുക, 3 ചായയിലും കൂടുതൽ കുടിക്കില്ല. അവരൊക്കെ ചായക്ക് അഡിക്റ്റാണെന്നാണ് പറയണത്. അപ്പോൾ ചിലവർക്ക് ചായ ഇട്ടിങ്ങനെ തലവേദന വരും, ദേഷ്യം വരും. അതെന്തുകൊണ്ട് ദേഷ്യം വരുന്നത്? അതിൽ ചായയിൽ തെയിൻ എന്നൊരു സാധനമുണ്ട്. ഈ കാപ്പിയിൽ കഫീൻ എന്ന ഒരു സാധനമുള്ള പോലെ ചായയിലുണ്ട്. അതാണ് നമ്മുടെ ബ്രെയിന് നല്ല ഹാപ്പി തരും. അത് കുടിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ നല്ല ഉന്മേഷമല്ലേ, അതും ഹാപ്പി തരും. പിന്നെ പക്ഷേ ഈ 4-5 കപ്പ് അങ്ങനെയൊക്കെ കുടിക്കുന്നവർക്ക് ഉറക്കം കുറയും, പിന്നെ ബോൺ വീക്കാവും, ആസിഡിറ്റി വരും. അപ്പം പതുക്കെ അതിൽ നിന്ന് പിന്മാറുന്നത് നല്ലതാണ്. പിന്നെ ചായ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ ചായ അധികം കുടിച്ച് പരിചയമുള്ളവർക്ക് ചായ കുടിക്കണ്ടായ തലവേദന വരും. അപ്പം പതുക്കെ മധുരമൊക്കെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് അത്രയും നല്ലത് ചായ. പിന്നെ അപ്പോൾ എല്ലാവരും എത്ര ചായയൊക്കെ ദിവസം കുടിക്കുന്നു കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അഡിക്റ്റ് പിന്നെ ഇത് കാലത്തിട്ട് പിന്നെ ചായ വെറുതെ കുടിക്കുകയും ചിലർ. പിന്നെ ചായക്ക് കടി വേണമല്ലോ. അപ്പം ചായക്ക് എന്താ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. ചിലർ പരിപ്പ് വട, സുയൻ, പിന്നെ ഉഴുന്നുവട, ചിലർ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കും, റസ്ക് മുക്കി കഴിക്കും. അങ്ങനെയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ചായ അധികം കുടിച്ചാലും ദോഷമാണ്. ഒരു ഉന്മേഷത്തിനൊക്കെ കുടിക്കും, അങ്ങനെ അത്ര നല്ല. പിന്നെ ചായ 5 മണി 6 മണിക്ക് ശേഷം ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം ഗ്രീൻ ടീ അതൊക്കെ അതിലേക്കൊക്കെ മാറിയാൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നന്നായിരിക്കും. ഇത്രയാണ് എനിക്ക് ചായയെ പറ്റി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യം നന്നായി സംരക്ഷിക്കുക, ചായ കൂടി കുറയ്ക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് തരാം, ഷെയർ തരാം കേട്ടോ.